ചിങ്ങമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രിമാരായ കണ്ഠർ രാജീവ്, കണ്ഠർ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷാണ് നട തുറന്നത്. തുടർന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിയിച്ച ശേഷം അയ്യപ്പ വിഗ്രഹത്തിലെ ഭസ്മം നീക്കി ദേവനെ ഭക്തജന സാന്നിധ്യം അറിയിച്ചു. അതിനുശേഷം മാളികപ്പുറ ക്ഷേത്രനട തുറക്കാനായി അവിടുത്തെ മേൽശാന്തി PG മുരളിക്ക് താക്കോലും ഭസ്മവും നൽകി യാത്രയാക്കി. ശേഷം മാളികപ്പുറം ക്ഷേത്രവും തുറന്നു. ഗണപതി, നാഗരാജാവ് എന്നീ ഉപദേവ ക്ഷേത്രനടകളും തുറന്ന ശേഷം 18 പടിയിറങ്ങി ആഴി തെളിയിച്ചു. അതിനുശേഷമാണ് തീർത്ഥാടകരെ പടികയറാൻ അനുവദിച്ചത്. ഇന്ന് പുലർച്ചെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പൂജകൾ തുടങ്ങിയത്. 21 വരെ പൂജകളുണ്ടാകും. ദിവസവും ഉദയാസ്തമയ പൂജ, പടിപൂജ, കളഭാഭിഷേകം, പുഷ്പാഭിഷേകം എന്നിവയുണ്ട്. ഗുരുവായൂരിലും ചിങ്ങപ്പുലരിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. പുതുവർഷപ്പിറവിയായതിനാൽ ചിങ്ങം 1-ന് ഏറെ പ്രത്യേകതകളുണ്ട്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമെന്നാണ് ചിങ്ങമാസത്തെ കണക്കാക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ 6-നാണ് ഇത്തവണ ചിങ്ങമാസത്തിലെ അത്തം നാൾ. സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ് തിരുവോണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.